KPCC പുനഃസംഘടനാ ചർച്ചകൾ തുടരാൻ തന്നെയാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. സമവായത്തിലൂടെ ഒറ്റപ്പേരിലേക്ക് എത്താനാണ് നേതൃത്വത്തിന്റെ നീക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. താനടക്കമുള്ള നേതാക്കൾ ആരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളല്ലെന്ന് കോൺഗ്രസ് നേതാവ് VD സതീശൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ UDF-നെ അധികാരത്തിൽ എത്തിക്കുക മാത്രമാണ് ലക്ഷ്യം. KPCC പ്രസിഡന്റിനെ മാറ്റാനുള്ള യോഗമല്ല ദില്ലിയിൽ നടന്നത്. യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും മാധ്യമങ്ങളോട് പറയില്ലെന്നും VD സതീശൻ പറഞ്ഞു. കേൾക്കാം. കേരളത്തിൽ ഞാനടക്കമുള്ള ഒരു കോൺഗ്രസ് നേതാവും ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളല്ല. ഞാനൊട്ടുമല്ല. എല്ലാ ഇലക്ഷൻ നടക്കുന്ന എല്ലാ സംസ്ഥാനത്തും കോൺഗ്രസ് നേതൃത്വം വിളിപ്പിച്ചാണ് രാഹുൽ ഗാന്ധിയെ പോലെ ഖാർഗെജിയെ പോലുള്ള നേതാക്കൾ ഞങ്ങളോട് ഗൈഡൻസ് തന്നു, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ ഒരുമിച്ച് കളക്റ്റീവ് ലീഡർഷിപ്പായിട്ട് നന്നായി പ്രവർത്തിക്കണം എന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ അവർക്ക് അഷ്വറൻസ് കൊടുത്തു. ഡൽഹിയിൽ ഇന്നലെ നടന്ന ചർച്ച എല്ലാ നേതാക്കൾക്കും വലിയ ആവേശമായി തീർന്നു. ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനുള്ള പ്രതിജ്ഞ എടുത്താണ് മുതിർന്ന KPCC നേതാക്കൾ കേരളത്തിലേക്ക് മടങ്ങിയത്. PR സുനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. PR സുനിൽ, ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനുള്ള ആഹ്വാനം ശിരസാ വഹിച്ചു എന്ന മട്ടിലാണ് അല്ലേ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം? അരുൺ, നേതൃമാറ്റ ചർച്ചകൾ തുടരുമെന്ന സൂചന തന്നെയാണ് ഹൈക്കമാൻഡ് നേതാക്കൾ നൽകുന്നത്. അതേസമയം എന്ന് തീരുമാനമുണ്ടാകും എന്ന കാര്യം വ്യക്തമല്ല. ഇന്നലെ ദില്ലിയിൽ നടന്ന ചർച്ചയിൽ പ്രധാനമായും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ മാത്രമാണ് ഹൈക്കമാൻഡ് വിലയിരുത്തിയത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് യോജിപ്പോടെ മുന്നോട്ട് പോകണം എന്ന നിർദ്ദേശമാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾക്ക് ഹൈക്കമാൻഡ് നൽകിയത്. മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരൊക്കെ ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. നേതൃമാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇന്നലെ നടന്നില്ല. അതേസമയം കേരളത്തിൽ നേതൃമാറ്റം വേണം എന്നൊരു അഭിപ്രായം തന്നെയാണ് ഹൈക്കമാൻഡിന് ഉള്ളത്. കേരളത്തിൽ നിന്നുള്ള വലിയൊരു വിഭാഗം നേതാക്കളും ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. നേരത്തെ കേരളത്തിലെത്തി സാഹചര്യങ്ങൾ പരിശോധിച്ച് കോൺഗ്രസ് അധ്യക്ഷന് റിപ്പോർട്ട് നൽകിയ ദീപാദാസ് മുൻഷിയും നേതൃമാറ്റം സംബന്ധിച്ചുള്ള ശുപാർശ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇന്നലെ യോഗത്തിന് ശേഷം ദീപാദാസ് മുൻഷി നേതൃമാറ്റ ചർച്ചകൾ തള്ളാതെയാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തത്. പക്ഷേ അത് എപ്പോഴുണ്ടാകും എന്ന്, ഇതിൽ തീരുമാനമുണ്ടാകും എന്ന കാര്യത്തിൽ മാത്രം വ്യക്തതയില്ല. തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനോട് ശക്തമായ വിയോജിപ്പാണ് സുധാകരനുള്ളത്. ഇനി സുധാകരനെ മാറ്റുമ്പോൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കും എന്ന കാര്യത്തിൽ ഒരു ഏകാഭിപ്രായത്തിലേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യം ഹൈക്കമാൻഡിനും കേരളത്തിൽ നിന്നുള്ള നേതാക്കൾക്കുമുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു അനിശ്ചിതത്വമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോഴും നേതൃമാറ്റം വേണം എന്നൊരു നിലപാട് തന്നെയാണ് ഹൈക്കമാൻഡിന് ഉള്ളത്. ചർച്ചകൾ തുടരുമെന്നും നേതാക്കൾ വ്യക്തമാക്കുന്നു. താങ്ക് യു. PR സുനിലാണ് വിവരങ്ങൾ നൽകിയത്. മൊത്തം